വീടുകൾ അന്വേഷിച്ച് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്ന ഭൂരിഭാഗം കസ്റ്റമേഴ്സും ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ് ആക്സസിബിലിറ്റി. ബസ് സ്റ്റോപ്പ്, മാർക്കറ്റ്, സ്കൂളുകൾ, ആരാധനാലയങ്ങൾ, ബാങ്കുകൾ, ATMകൾ തുടങ്ങി മനുഷ്യൻ്റെ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളിലേക്കും വളരെ വേഗത്തിൽ പ്രവേശനം സാധ്യമാവുക എന്നത് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു അടിസ്ഥാന കാര്യവുമാണ്. മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും 50 മീറ്റർക്ക് മാത്രം മാറി വിശാലമായിട്ടൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ, അതും ഭൂരിഭാഗം വീടുകളിലും ആൾതാമസം നിലവിൽ കഴിഞ്ഞിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട 2 അതിമനോഹര 4 BHK വീടുകളുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പങ്കുവെക്കുന്നത്. എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ഈ മനോഹരമായിട്ടുള്ള 2 വീടുകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്തുള്ള കിഴക്കമ്പലം എന്ന സ്ഥലത്താണ്. വീഡിയോയുടെ ആദ്യത്തെ ഭാഗത്തിൽ സൂചിപ്പിച്ചതുപോലെ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഡയറക്റ്റുള്ള എൻട്രിയാണ് നമുക്ക് ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ ലഭ്യമാക്കിയിരിക്കുന്നത്. ഏകദേശം 35ഓളം വിവിധ ബഡ്ജറ്റിലുള്ള വീടുകളാണ് ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ ഏകദേശം 98% വീടുകളിലും ഇപ്പോഴേ ആൾതാമസം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. IT പ്രൊഫഷണലുകൾ, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ് തുടങ്ങി നല്ലൊരു പ്രൊഫൈലുകളുള്ള നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ വീടിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. ഈ 2 വീടുകളും സെയിം പാറ്റേണിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഫ്രണ്ട് എലിവേഷനിൽ മാത്രമാണ് കാര്യമായിട്ടുള്ള ചെറിയ ഒരു മാറ്റം നമുക്ക് കാണുവാനായി കഴിയുക. 4.4 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ 2 വീടുകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ബോക്സി എലിവേഷനിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രവേശിക്കുന്നത്. വീടിൻ്റെ മുൻഭാഗത്തായി 5 മീറ്ററോളം വീതി വരുന്ന വലിയൊരു റോഡാണ് നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത്. ഈ റോഡ് നേരെ ചെല്ലുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്കാണ്. ഇന്റേണൽ റോഡിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് കടപ്പാക്കല്ലുകൾ ഭാഗി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിരിക്കുന്ന ഇതിൻ്റെ ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ്. 2 കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള വിശാലത നമുക്ക് ലഭ്യമാണ്. ഈ വീട് വാസ്തുപ്രകാരമാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്കാണ് ദർശനം നൽകിയിരിക്കുന്നത്. കുടിവെള്ള സ്രോതസ്സായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ബോർവെല്ലും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ്. ബസ് സ്റ്റോപ്പിലേക്ക് വെറും 30-50 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. കിഴക്കമ്പലം ടൗണിലേക്ക് 1 കിലോമീറ്ററും, അതായത് കിഴക്കമ്പലം ബസ് സ്റ്റാൻഡ്, കിഴക്കമ്പലം മാർക്കറ്റ് തുടങ്ങിയ വലിയ ടൗണിലേക്ക് വെറും 1 കിലോമീറ്ററും, ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂൾ, കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് 2 കിലോമീറ്ററും, സമർട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 2.5 കിലോമീറ്ററും, ഇൻഫോ പാർക്കിൻ്റെ ലാൻഡ് പൂളിംഗ് എല്ലാം നടന്നിരിക്കുന്ന പ്രദേശത്തേക്ക് വെറും 2.25 കിലോമീറ്ററും, നിലവിലെ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും, ഇടപ്പള്ളി ലുലു മാളിലേക്ക് 14 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത്. നമുക്കിനി വീടിൻ്റെ കൂടുതൽ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം. കിഴക്ക് ഭാഗത്തേക്ക് തന്നെ ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒറ്റപ്പാളിയിൽ തീർത്ത മെയിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുക നല്ല രീതിയിൽ പ്രൈവസി ലഭിക്കുന്ന വലതുഭാഗത്തേക്ക് ഒതുക്കി പണിതിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ്. ഇപ്പോൾ നിർമ്മിക്കുന്ന പുതിയ വീടുകളിൽ ഭൂരിഭാഗവും കിച്ചൺ സൗകര്യപ്പെടുത്തിയിട്ടുണ്ടാവുക ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ്. വീടിൻ്റെ ഭംഗി കൂട്ടുന്ന രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അത്തരം വീടുകൾക്ക് ഒരു ചെറിയ ന്യൂനതയുള്ളത് പ്രൈവസി കൺസേൺ ആണ്. ഗസ്റ്റുകളെല്ലാം വരുമ്പോൾ കിച്ചണിലുള്ള സ്ത്രീകൾക്ക് പെരുമാറാനുള്ള ഒരു അസൗകര്യം നമ്മളോട് പലരും പങ്കുവച്ചിട്ടുണ്ട്. ആ അസൗകര്യമെല്ലാം നികത്തുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ ലിവിങ് ഏരിയ ചെയ്ത് നൽകിയിരിക്കുന്നത്. നല്ല രീതിയിലുള്ള സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് ഏരിയയാണ് അവിടെ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. വിശാലമായിട്ടുള്ളൊരു മൾട്ടിവുഡിൽ തീർത്ത നല്ലൊരു TV യൂണിറ്റും നൽകപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നേരെ നിൽക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ്. ഏകദേശം ഒരു 12ഓളം പേർക്ക് വരെയെങ്കിലും സുഖമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിലാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ തന്നെ മധ്യഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു മൾട്ടിവുഡിൽ തീർത്ത വാഷ് കൗണ്ടർ കാണാം. ക്രോക്കറി ഷെൽഫൊക്കെ നൽകിയിട്ടുണ്ട്. നമ്മളിനി നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ കിച്ചൺ ഭാഗത്തേക്കാണ്. അത്യാവശ്യം വിശാലമായിട്ടൊരു കിച്ചൺ തന്നെയാണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്.
ഇലക്ട്രിക് ചിമ്മിണി എല്ലാം നൽകി മൾട്ടിവുഡിൽ തീർത്ത നല്ല വിശാലമായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന കബോർഡുകളെല്ലാം നമുക്ക് ഈ ഭാഗത്ത് കാണാം. കിച്ചൻ്റെ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുക. ഭാവിയിൽ ആവശ്യമെങ്കിൽ നമുക്ക് എടുക്കുവാൻ കഴിയുന്ന ഒരു കിച്ചൺ വർക്ക് ഏരിയ പ്ലാറ്റ്ഫോമിലേക്കാണ്. അത് വാങ്ങുന്നവരുടെ താല്പര്യാനുസരണം നല്ല രീതിയിൽ നമുക്ക് പണിതെടുക്കാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. ഇതാണ് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം. ഏകദേശം 13.5 അടി നീളവും 12 അടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. ഭംഗിയുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ബെഡ്റൂമിലേതുപോലെ വീടിൻ്റെ എല്ലാ ഭാഗത്തും നൽകിയിട്ടുണ്ട്. ഒരു ഭിത്തി നിറയത്തക്ക രീതിയിൽ മൾട്ടിവുഡിൽ തീർത്ത വലിയ വാർഡ്രോബുകൾ കാണാം. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഒന്നാമത്തെ ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. നല്ല രീതിയിൽ സൗകര്യമുള്ള ഈ ബെഡ്റൂമിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഏകദേശം 12.5 അടി നീളവും 12 അടി വീതിയിലുമാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി നല്ലൊരു വലിയ വാർഡ്രോബ് കാണാം. മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ബെഡ്റൂമിലും നൽകിയിട്ടുണ്ട്. 3 പാളിയുടെ ഇരട്ട ജനാലകളാണ് ഈ ബെഡ്റൂമിൽ നൽകപ്പെട്ടിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. സെറ ബ്രാൻഡാണ് വീട്ടിൽ സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ട ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം. ഗ്രാനൈറ്റ് ആണ് സ്റ്റെയറിൽ നൽകിയിരിക്കുന്നത്. കൈവരികൾക്കായി സ്ക്വയർ ട്യൂബും അതിനു മുകളിൽ വുഡൻ പാനലിങ്ങും നൽകിയിട്ടുണ്ട്. സ്റ്റെയർ വാളിലായി ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള ടെക്സ്ചർ വർക്കുകളാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ അവിടെ ഒരു വലിയ ഗ്ലാസ് പാർട്ടീഷനും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ ധാരാളം പ്രകാശം നമുക്ക് ലഭ്യമാണ്. മനോഹരമായിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നൽകി വളരെ ചന്തമാർന്നിട്ടാണ് ഈ ഭാഗം നൽകിയിരിക്കുന്നത്. അപ്പർ ലിവിങ് ഏരിയ സ്പേസിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ വളരെ വിശാലമായിട്ടുള്ള TV യൂണിറ്റ് കൂടിയുള്ള ഭംഗിയുള്ളൊരു ഭാഗം നൽകിയിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമെങ്കിൽ ഒരു ബെഡ്റൂമായി തന്നെ സെപ്പറേഷൻ ചെയ്തെടുക്കാവുന്നതാണ്. മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് കാത്തിരിക്കുന്നത്. ഇവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വർക്ക് ഏരിയ സ്പേസ് കൂടി സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം സൈസ് പോലെ തന്നെയാണ്. ഏകദേശം 13 അടി നീളത്തിലും 12 അടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും വലിയൊരു വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ബെഡ്റൂമും നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ അവസാനത്തേതും 4ാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. വീട്ടിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് വലിയ ബെഡ്റൂമായി നമുക്ക് അനുഭവവേദ്യമാകുന്ന ഒരു ബെഡ്റൂമാണിത്. ഏകദേശം 14.5 അടി നീളവും 12.5 അടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഒരു വലിയ മൾട്ടിവുഡിൽ തീർത്ത വാർഡ്രോബ് തന്നെ നൽകിയിട്ടുണ്ട്. ഭംഗിയുള്ള ഫോൾ സീലിങ്ങുകൾ ഈ ബെഡ്റൂമിലും നൽകപ്പെട്ടിരിക്കുന്നു. 3 പാളിയുടെ ഇരട്ട ജനാലകളാണ് ബെഡ്റൂമിൽ സംവിധാനിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ്. 2 ഭാഗങ്ങളും വളരെ വിശാലമായി തന്നെയാണ് നൽകിയിരിക്കുന്നത്. ബാൽക്കണിയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഇരിപ്പിടമെല്ലാം നൽകിയിട്ടുണ്ട്. യൂട്ടിലിറ്റി ഏരിയയിൽ സ്പേഷ്യസ് ആയിട്ടുള്ള ബെർത്ത് ഏരിയ സ്പേസും നമ്മെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ 2 വീടുകളുടെയും വിലയിലേക്ക് പ്രവേശിക്കാം. കാക്കനാടിനടുത്ത് കിഴക്കമ്പലത്ത് വിശാലമായിട്ടുള്ളൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ 4.400 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ 2 വീടുകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ 2 വീടുകൾക്കും ഓണർ ഇപ്പോൾ ആവശ്യപ്പെടുന്ന തുക 80 ലക്ഷം രൂപയാണ്. വില തീർച്ചയായിട്ടും നെഗോഷ്യബിളുമാണ്. 2 വീടുകൾക്കും 80% ബാങ്ക് ലോൺ ഫെസിലിറ്റിയും നമ്മൾ തന്നെ സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഈ വീടും വില്ല കമ്മ്യൂണിറ്റിയും നേരിൽ കാണുന്നതിന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനോ താമസയോഗ്യമായതോ ആയ മനോഹരമായിട്ടുള്ളൊരു കീശ കീറാതെ സ്വന്തമാക്കുവാൻ കഴിയുന്ന വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു 4 BHK വീട് അന്വേഷിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഈ വീടിന് വളരെ തുച്ഛമായിട്ടുള്ള ഡൗൺ പേയ്മെൻറ്റ് ആവശ്യപ്പെടുന്നുള്ളൂ. കൂടുതൽ വിശദാംശങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. വീടുകൾ അന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി ഉടൻ മടങ്ങിയെത്തും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.